എല്ലാവർക്കും നമസ്കാരം. ശ്രീമാൻ ശ്രീമതി ഫാമിലി വ്ളോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം വിനോദത്തിനുള്ള ഉപാധികൾ ധാരാളമാണ്. നമുക്ക് കുട്ടികളെയും കൊണ്ടൊക്കെ ഒരു വീക്കെൻഡ് ചെലവഴിക്കണം, അല്ലെങ്കിൽ കുറച്ച് സമയം പോകാതെ വീട്ടിൽ ബോറടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ആനന്ദം കണ്ടെത്തണം, അല്ലെങ്കിൽ കുറച്ച് ഗസ്റ്റ് നമ്മൾ വീട്ടിൽ വന്നിരിക്കുന്നു, അവരെയും കൊണ്ട് നമുക്കൊന്ന് കൊച്ചി കാണിക്കാനായിട്ട് പോകണം. ധാരാളം സ്ഥലങ്ങളുണ്ട്. നമ്മൾ മറൈൻ ഡ്രൈവ് ഉണ്ട്, അല്ലെങ്കിൽ സുഭാഷ് പാർക്കുണ്ട്, ഹിൽ പാലസ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ. അല്ലെങ്കിൽ ഒരു ബോട്ട് യാത്രയാകാം. ഈ കൊച്ചി കായലിലൂടെയുള്ള ആ ഒരു ഓളപ്പരപ്പിനെ കീറി മുറിച്ചുകൊണ്ട് ബോട്ടിൽ പോകുന്നതൊക്കെ വളരെ രസമാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഞങ്ങളുടെ ഒരു ബോട്ട് യാത്രയുടെ ഒരു വീഡിയോ ആണ് നിങ്ങളെ ഇന്ന് കാണിക്കുന്നത്. അതിൻ്റെ കൂടെ കുറേയേറെ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള കുറേ ഇൻഫർമേഷൻസും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വാട്ടർ മെട്രോ ടെർമിനലിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഒരു എയർപോർട്ടിലേക്ക് കയറുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മൾ ഫ്ലൈറ്റ് കയറാനായിട്ട് എയറോഡ്രോമിൽ പോയിട്ട് നമ്മൾ ബോർഡിംഗ് പാസ് ഒക്കെ മേടിച്ചിട്ട് നമുക്ക് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ഗേറ്റിൽ പോയി എയറോ ബ്രിഡ്ജ് വഴിയൊക്കെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറുന്ന പോലെ തന്നെയുള്ളൊരു പ്രതീതിയാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ കയറി പോകുന്ന ഈ സ്ഥലത്തിനെ പോണ്ടൂൺ എന്നാണ് അവർ പറയുന്നത്. ഇതൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. വെയിലേറ്റ സമയത്തും വെയിലിറക്ക സമയത്തും ഒക്കെ ഈ ബ്രിഡ്ജ് പൊങ്ങിയും താന്നും ഒക്കെ ആ ബോട്ടിന്റെ കൃത്യം നമുക്ക് വളരെ എളുപ്പത്തിൽ കൃത്യമായിട്ട് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സുരക്ഷയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് രാജ്യത്തെ നമ്മുടെ അഭിമാനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ബാറ്ററി ഓപ്പറേറ്റഡ് ബോട്ടുകൾ ഫുള്ളി എയർ കണ്ടീഷൻഡും വളരെ കംഫർട്ടബിളായി ഇരുന്നും നിന്നും യാത്ര ചെയ്യാൻ ഉതകുന്നതുമാണ്. ഏത് കാറ്റും കോളും വന്നാലും ഇത് മറിയുകയില്ല എന്നതാണ് ഈ ബോട്ടുകളുടെ ഒരു സവിശേഷത. കൊച്ചിയിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരവും ടൂറിസം പ്രൊമോഷനും ഉതകുന്ന രീതിയിൽ ദ്വീപ് സമൂഹങ്ങളെ കൊച്ചി മെയിൻലാൻഡുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജലഗതാഗതമാണ് കൊച്ചി മെട്രോയുടെ സഹോദര സ്ഥാപനമായ കൊച്ചി വാട്ടർ മെട്രോ ലക്ഷ്യമിടുന്നത്. ഹൈക്കോട്ട്, വൈപ്പിൻ, വൈറ്റില, കാക്കനാട്, ബോൾഗാട്ടി, സൗത്ത് ചിറ്റൂർ, ഏലൂർ, ചേരാനല്ലൂർ, ഫോർട്ട് കൊച്ചി എന്നീ സ്റ്റേഷനുകളിൽ ഹൈക്കോട്ട് ഫോർട്ട് കൊച്ചി റൂട്ടിലും അതുപോലെ വൈറ്റില, കാക്കനാട് റൂട്ടിലും ഓരോ 20-30 മിനിറ്റുകളിൽ രാവിലെ 7:30 മുതൽ വൈകിട്ട് 7 വരെയാണ് തുടർച്ചയായ സർവീസുകൾ ഉള്ളത്. മറ്റുള്ള ബോട്ട് സർവീസുകൾക്ക് ലിമിറ്റഡ് സർവീസാണ്. അവ ഓരോ നിശ്ചിത സമയങ്ങളിലാണ് സർവീസ് നടത്തുന്നത്. ഹൈക്കോട്ട് ഫോർട്ട് കൊച്ചി റൂട്ടിൽ സാധാരണ ദിവസങ്ങളിൽ 40 രൂപയും വീക്കെൻഡ്സിൽ 50 രൂപയുമാണ് ചാർജ്. അതുപോലെ വൈറ്റ്ല കാക്കനാട് റൂട്ടിൽ സാധാരണ ദിവസങ്ങളിൽ 30 രൂപയും വീക്കെൻഡ്സിൽ 40 രൂപയുമാണ് ചാർജ് ഈടാക്കുന്നത്. വായു മലിനീകരണമോ ശബ്ദ മലിനീകരണമോ ഇല്ലാത്ത ഈ ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ് ബോട്ടുകൾ വളരെയധികം പരിസ്ഥിതി സൗഹൃദമാണ് എന്നതിലുപരി യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പൈസ എക്കണോമിക്കലായിട്ട് അതുപോലെ സമയം വളരെയധികം ലാഭിച്ചുകൊണ്ട്, ഉദാഹരണത്തിന് ഹൈക്കോട്ടിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലെ ഒരു ബസ്സിനൊക്കെ പോകണമെങ്കിൽ 40-45 മിനിറ്റ്, 1 മണിക്കൂറൊക്കെ അത് ട്രാഫിക്കിനനുസരിച്ച് എടുക്കുന്ന സമയത്ത് ഈ ബോട്ടിൽ പോകുന്ന സമയത്ത് ആകെ 20-25 മിനിറ്റ് എടുക്കുകയുള്ളൂ. അതുപോലെ വൈറ്റ്ല കാക്കനാട് റൂട്ടിലാണെങ്കിലും സെയിം തന്നെയാണ്. 40 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ബസ്സിലെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ വാട്ടർ മെട്രോയിൽ പോയി കഴിഞ്ഞാൽ ആകെ 20-25 മിനിറ്റിൽ യാത്രക്കാർക്ക് അവിടെ ചെല്ലാവുന്നതാണ്. വാട്ടർ മെട്രോ ഇനാഗ്രേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ആന്ധ്രയിലായിരുന്നു. ആന്ധ്രയിൽ നിന്ന് വന്നിട്ട് 5-8 മാസങ്ങളായെങ്കിലും ഇങ്ങനെ നീണ്ടു പോയി. ഇന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ വാട്ടർ മെട്രോ ആസ്വദിക്കാനായിട്ട് സാധിച്ചത്. ഞങ്ങൾ ഹൈക്കോട്ട് ജെട്ടിയിൽ നിന്ന് നമ്മൾ സൗത്ത് ചിറ്റൂർ പോകാമെന്നാണ് വിചാരിച്ചത്. കാരണം കുറച്ച് നേരം കൂടുതൽ ഇരിക്കാമല്ലോ. പക്ഷേ ആ സമയത്ത് അവിടെ ആ ബോട്ട് ഇല്ലാതിരുന്നത് കൊണ്ട് നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്ക് ടിക്കറ്റ് എടുക്കുകയായിരുന്നു. കൊച്ചിക്കായലിലെ കുഞ്ഞോളങ്ങളെ മെല്ലെ തഴുകിക്കൊണ്ട് ബോട്ട് മുന്നിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് പുറത്തോട്ട് നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബോൾഗാട്ടി ഐലൻഡ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ പലതരത്തിലുള്ള ഉല്ലാസ നൗകകളിൽ ആളുകൾ യാത്ര ചെയ്യുന്നത്, അതുപോലെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ നമുക്ക് ദൂരെയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് സൂര്യാസ്തമയം, നമുക്ക് കന്യാകുമാരിയിൽ ഒന്നും പോകണ്ട, സൂര്യഭഗവാൻ നമ്മളുടെ അറബിക്കടലിലേക്ക് ഇങ്ങനെ അസ്തമിക്കുന്ന ഒരു ദൃശ്യം ഈ കണ്ടെയ്നർ ടെർമിനലിൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അതിമനോഹരമായിട്ടുള്ള ഈ കാഴ്ച കാണുന്നതിന് നമ്മൾ വൈകിട്ട് സൂര്യാസ്തമയ സമയത്ത് നമ്മൾ ഹൈക്കോർട്ട് ജെട്ടിയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ച കാണുവാനും ആസ്വദിക്കുവാനും സാധിക്കുന്നതാണ്.
കൊച്ചിയിലെ ദ്വീപ് നിവാസികളുടെ സഞ്ചാര സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകിയ ഗോശ്രീ പാലങ്ങളാണ് നമുക്ക് നമ്മുടെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വൈപ്പിൻ, വല്ലാർപാടം, ബോൾഗാട്ടി ദ്വീപുകളെ കൊച്ചി വൻകരയുമായി ബന്ധിപ്പിക്കുന്ന ഈ ഗോശ്രീ പാലങ്ങൾ കടത്തുവള്ളങ്ങളെയും ജങ്കാറുകളെയും മാത്രം ആശ്രയിച്ചിരുന്ന ദ്വീപ് നിവാസികൾക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്. നിലവിൽ ഹൈക്കോർട്ട് ടെർമിനലിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക്, അതുപോലെ വൈപ്പിൻ, അതുപോലെ സൗത്ത് ചിറ്റൂർ, ഈ ഇവിടങ്ങളിലേക്കാണ് വാട്ടർ മെട്രോ സർവീസ് ഉള്ളത്. അതുപോലെ പിന്നെയുള്ളത് വൈറ്റിലയിൽ നിന്ന് കാക്കനാട്ടേക്ക്. പിന്നെയുള്ള ഒരു വാട്ടർ മെട്രോ സർവീസ് എന്ന് പറയുന്നത് സൗത്ത് ചിറ്റൂരിൽ നിന്നാണ് തുടങ്ങുന്നത്. സൗത്ത് ചിറ്റൂരിൽ നിന്ന് ഏലൂര്, അതുപോലെ ചേരാനെല്ലൂര് തിരിച്ചും. ഇങ്ങനെയാണ് ഇപ്പം നിലവിൽ വാട്ടർ മെട്രോ സർവീസുകൾ നടത്തുന്നത്. ഹൈക്കോട്ട് സൗത്ത് ചിറ്റൂർ റൂട്ടിലെയും വൈറ്റില കാക്കനാട് റൂട്ടിലെയും യാത്രകൾ ഏതൊരു സഞ്ചാരിയുടെയും മനസ്സിൽ ഗ്രാമീണ ശോഭയുടെയും പച്ചപ്പും ഹരിതാഭിയും നിറഞ്ഞ പ്രകൃതി ഭംഗിയുടെയും അവ്യാജമായ അനുഭൂതിയായിരിക്കും സമ്മാനിക്കുക. നേരം ഇരുണ്ടു തുടങ്ങി, ലൈറ്റുകളെല്ലാം തെളിഞ്ഞു തുടങ്ങി. ഈ ലൈറ്റിൻ്റെയൊക്കെ പ്രകാശത്തിൽ നമുക്ക് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ കുറച്ചുകൂടി അടുത്തായിട്ട് വളരെ ഗാംഭീര്യത്തോടെ നിൽക്കുന്നത് നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്ന മലബാർ ഹോട്ടലാണോ എന്നൊരു സംശയം. മലബാർ ഹോട്ടലിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ ദൂരെയായിട്ട് നമ്മളുടെ പ്രശസ്തമായ കൊച്ചിൻ ഷിപ്പ്യാർഡ്, അതുപോലെ താജ് ഹോട്ടലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇപ്പോൾ ദൂരെയായിട്ട് നമുക്ക് ഫോർട്ട് കൊച്ചിയുടെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളുടെ വാട്ടർ മെട്രോ ഫോർട്ട് കൊച്ചിക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൂരത്തായി ആസ്പിൻവാൾ കമ്പനിയും ചീന വലകളും ഒരു ചരക്ക് കപ്പലും ഒക്കെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഗൃഹാതുരത്വം വിളിച്ചു നിർത്തുന്ന കുറേയേറെ ഓർമ്മകളാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഫഹദ് ഫാസിലിൻ്റെ ഒരു സിനിമയിൽ കായലിനരികെ കൊടികൾ പറത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ, അതാ അതിനകത്ത് ആസ്പിൻവാളൊക്കെ കാണുന്നുണ്ട്. തീർച്ചയായും ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന കമ്പനികളാണ് ഈ ആസ്പിൻവാൾ കമ്പനി, അതുപോലെ AV തോമസ് കമ്പനി എന്നൊക്കെ പറയുന്ന കമ്പനികളെല്ലാം തന്നെ. നമ്മളിപ്പോൾ വാട്ടർ മെട്രോ ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ ജെട്ടിയോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ജങ്കാർ ജെട്ടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ജങ്കാർ ജെട്ടിയുടെ അടുത്ത് തന്നെയാണ് വാട്ടർ മെട്രോ ടെർമിനലും ഉള്ളത്. അങ്ങനെ കാലിയായി നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങുകയാണ്. എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞു, സീറ്റ് കാലിയായി കഴിഞ്ഞു. ഞങ്ങളാണ് ലാസ്റ്റ് ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ട് ഫോർട്ട് കൊച്ചിയിൽ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ കറങ്ങി നടന്ന് ഉല്ലസിച്ചതിന് ശേഷം കൊച്ചി വാട്ടർ മെട്രോയിൽ തന്നെ തിരികെ കയറി ഹൈക്കോർട്ട് ജെട്ടിയിൽ വന്ന് ഇറങ്ങുകയായിരുന്നു. ഞങ്ങൾക്ക് ആകെ ചിലവായത് വാട്ടർ മെട്രോയിൽ 100-200 രൂപ. അത് ഈ വീക്കെൻഡ് ആയതുകൊണ്ടാണ് അങ്ങനെ. അതല്ലെങ്കിൽ 160 രൂപ, 40 രൂപ ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് 160 രൂപ മാത്രമേ ആകുമായിരുന്നുള്ളൂ. പിന്നെ ഫോർട്ട് കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലവാക്കുന്ന പോലെ ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്, ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾക്ക് കുറച്ച് ഗസ്റ്റ് വീട്ടിൽ വരികയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് നമുക്കൊരു വിനോദത്തിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോകണം, അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഈ ഒരു ബോട്ട് യാത്ര വളരെയധികം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു. വാട്ടർ മെട്രോയിൽ കയറിയിട്ട് കാക്കനാട് നിന്ന് വൈറ്റിലയിലേക്കോ അല്ലെങ്കിൽ വൈറ്റിലയിൽ നിന്ന് കാക്കനാട്ടേക്കോ തിരിച്ചും മറിച്ചും, അതുപോലെ ഹൈക്കോർട്ട് ടെർമിനലിൽ നിന്ന് സൗത്ത് ചിറ്റൂരിലേക്ക്, ഫോർട്ട് കൊച്ചിയിലേക്ക് വളരെ തുച്ഛമായിട്ടുള്ള തുകയ്ക്ക് നമുക്ക് ഒരു 2-3 മണിക്കൂർ ആനന്ദിക്കാനുള്ള വക ഈ കൊച്ചി മെട്രോ അല്ലെങ്കിൽ കൊച്ചി വാട്ടർ മെട്രോ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം ലൈക്കും കമൻറ്റും സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റ് വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം.